ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കോഴ ആരോപണം. പ്രമുഖ നൃത്താധ്യാപകൻ വിധികർത്താക്കളെ സ്വാധീനിച്ചുവെന്നാണ് പരാതി. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റും പുറത്തുവന്നു. മത്സരാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി എത്തിയതോടെ പ്രധാന വേദിയിലെ മത്സരങ്ങൾ മാറ്റിവെച്ചു. കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ നൃത്തയിനങ്ങളിലെ വിധികർത്താക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. ജില്ലയിലെ പ്രമുഖനായ ഒരു നൃത്താധ്യാപകന്റെ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ വിധികർത്താക്കൾ ശ്രമം നടത്തിയെന്നാണ് ആരോപണം. ഹലോ, അരുണിമയ്ക്ക് പിന്നെ പേടിയോ കുഴപ്പമോ എന്തെങ്കിലും ഉണ്ടോ? പേടിയൊന്നുമില്ല. ഒത്തിരി പിടുത്തമുണ്ടോ? അല്ല, അങ്ങനെ നമ്മൾ അറിയണ്ട. നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ നല്ലതായതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലിയിലെ കേട്ടിട്ട് അരുണിമേനെ അങ്ങ് ഒഴിവാക്കാൻ നിർത്താം. പേടിയൊന്നുമില്ല. പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ ഭരതനാട്യം സ്റ്റേജിന്റെ പോരായ്മ കൊണ്ട് കൊച്ചു കൈകുട്ടി, എന്നിട്ട് പോലും അവിടെ തന്നെ നമ്മുടെ കൊച്ചിനെ ഫസ്റ്റ് ഡിഗ്രി ജഡ്ജസ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ കൊച്ചിനെ തട്ടിക്കളയാൻ പറ്റുന്ന അവർ ചോദിക്കുന്നുണ്ട്. അത്രയും മനോഹരമായിട്ട് ആ പിള്ളേര് 4 പിള്ളേര് സ്റ്റേജിൽ തന്നിട്ടുണ്ട്. സ്റ്റേജിന്റെ കുഴപ്പം കൊണ്ട് ഞങ്ങൾ എങ്ങനെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേര് തന്നെ ഇവിടുന്ന് എല്ലാം കയറി പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലി ഇങ്ങനെ ആക്കാം പേടിയാണെങ്കിൽ. ഇല്ല, പേടിയൊന്നുമില്ല. ഇന്നലെ നടന്ന ഭരതനാട്യം, കുച്ചിപ്പുടി മത്സരങ്ങളിൽ അർഹതയുള്ളവരെ തഴഞ്ഞുവെന്നും ആരോപണമുണ്ട്. തിരുവാതിര, നാടോടി നൃത്തം, സംഘനൃത്തം മത്സരങ്ങളിൽ മുൻധാരണ പ്രകാരം വിജയികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കവും ഉണ്ടായി. അതേസമയം പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. രാവിലെ നമ്മുടെ കുറച്ച് രക്ഷിതാക്കളാണ് വിഷയം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് സംസാരിക്കാനില്ലാതെ പരിഹരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുതിയ ജഡ്ജിമാരന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കതിനകത്ത് തെളിവും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമുള്ള ആളുകളെയാണ് വിളിച്ചത്. പബ്ലിഷ് ഇത് ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. വിവാദത്തിന് പിന്നാലെ മത്സര മാറ്റിവെച്ചത് മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അന്ന് ഇറങ്ങിയതും ഞങ്ങൾ ഗ്രീൻ റൂമിന്റെ അവിടെ ചെല്ലായപ്പോഴത്തേക്കിനും പറഞ്ഞു ഇന്ന് പരിപാടി നടക്കത്തില്ല, ജഡ്ജസ് ഒക്കെ പൈസ അടിച്ചുകൊണ്ടുപോയി അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. മാറ്റിവെച്ച മത്സരങ്ങൾ ഏത് ദിവസം നടത്തണമെന്നതിൽ സംഘാടകർ ഇതുവരെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. സുബിൻ തോമസ്, ജനം, ഇടുക്കി.